Hi guys, welcome to my YouTube channel and this is my Takru. And ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഐ വോണ്ട് ടു ഷെയർ എ ലിറ്റിൽ സ്റ്റോറി. ഓക്കെ, നടന്ന സംഭവം 2 ദിവസം നടന്ന സംഭവം. ഓക്കെ, ദിസ് ഈസ് മൈ തേർഡ് വീഡിയോ ആൻഡ് ഞാൻ സെക്കൻഡ് വീഡിയോ, അതായത് എൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ദ വീഡിയോ ഹാസ് ബിൻ റിമൂവ് ചെയ്തു. ഇപ്പം ഞാൻ പിറ്റേന്ന് കോളേജിൽ എക്സാം ആയിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാനിങ്ങനെ ഞാനൊന്നും ചെയ്തില്ലല്ലോ, വിളിക്കാൻ മാത്രം അത് എന്നെ മാത്രമേ വിളിച്ചോളൂ. അപ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ കാഷ്വലി ഞാൻ തുടങ്ങിയൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ മാറ്റിത്തരാം, അതിങ്ങനെ മാറ്റി. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം തന്നെ കുറേ ഞാൻ ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ നടന്നതിൽ തന്നെ അവർ ഇന്നലേക്ക് ഉള്ളിൽ ആ സംഭവം ക്ലിയർ ആക്കി. മെയിൻ സംഭവം പറഞ്ഞ് തന്നെ ഔട്ടിങ് ടൈം അവർ മാറ്റി. ഔട്ടിങ് ടൈം മാറ്റിയിട്ട് 6 മണിയുള്ള ഔട്ടിങ് ടൈം ഗേൾസിൻ്റെ 7 മണിയാക്കി. പിന്നെ അത് ആക്ച്വലി നേരത്തെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് സാങ്ഷൻ ആക്കിയതായിരിക്കാം. പിന്നെ ബാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മളെല്ലാം ശരിയാക്കി തരാം. പിന്നെ ഡിസ്കഷനൊക്കെ നടത്തി. അപ്പോൾ ഇവരായാലും സ്ട്രിക്ട്നെസ് കുറഞ്ഞു കേട്ടോ, അപ്പോൾ പേടിക്കണ്ട, എല്ലാം ശരിയായിട്ടുണ്ട്, എല്ലാവർക്കും വരാം. ഓക്കെ, സ്റ്റിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്, ഫുഡ് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഫുള്ള് ഫുഡിനെ കുറിച്ച് പറയാൻ പോവുക. ഹോസ്റ്റലിലെ ഫുഡ്, മെസ്സിലെ കാര്യങ്ങൾ, മെസ്സിലെ ടൈമിങ്സ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ഞാൻ സിലബസിനെ കുറിച്ചിടാം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സംഭവം ശരിയാക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇട്ടില്ല ഞാൻ, പിന്നെ അത് മാറ്റി. എൻ്റെ അടുത്ത് പറഞ്ഞു 2 മാസം 1.5 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാം. എന്ത് പ്രശ്നങ്ങൾ, ഇപ്പോൾ പ്രശ്നങ്ങൾ സഡനായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പതിയെ ആയിട്ട് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ടയേർഡാട്ടോ, കോളേജിൽ നിന്ന് വന്നതാണ്, കുറച്ച് ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ട് എനർജിക്ക് കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഫുഡിനെ കുറിച്ച്, മെസ്സിലെ ഫുഡ്, അതായത് SRM CAS കോളേജ്, SRM കോളേജ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ മെസ്സിലെ ഫുഡും, അതായത് ഹോസ്റ്റലിലെ ഫുഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെസ്സിലെ ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ, ഫുഡിന് ഒരു കുഴപ്പമില്ല. നമുക്ക് മലയാളി പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കേരള ചോറുണ്ട്, മലയാളി അരി, അതായത് ഞങ്ങൾ പറയുന്നത് മട്ട അരി ഇല്ല, മറ്റേ നമ്മളെ ചുമന്ന ഈ അരിക്കകത്തിങ്ങനെ ചുമന്ന അരി എന്ന് പറയത്തില്ല, എനിക്ക് അറിയില്ല ബാക്കി സ്ഥലത്ത് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. കേരള റൈസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ റേഷൻ ചോറുണ്ടല്ലോ, ഇങ്ങനെ അരിയിൽ ഇങ്ങനെ കളറുള്ള എന്താ പറയുക, ആ സാധനം ആ അരിയൊക്കെ സ്പെഷ്യലി കിട്ടാറുണ്ട്. നമ്മുടെ അടുത്ത് ഒരു ഡിസ്കസ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഏത് ഫുഡൊക്കെ വേണ്ടുന്നത്. അതർ സ്റ്റേറ്റിലെ പിള്ളേർക്ക്, ഇപ്പോൾ ആന്ധ്രാക്കാരുണ്ട് ഇവിടെ, ആന്ധ്രാക്കാർക്ക് ചോദിക്കും എന്തെങ്കിലും ഫുഡ് വേണമെന്ന്, നമ്മുടെ അടുത്ത് ചോദിക്കും എന്തെങ്കിലും ഫുഡ് വേണോ. നമുക്ക് നമ്മൾ റെക്കമെൻഡ് പുട്ടുണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ അങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ വേറെ സജഷൻ ചോദിച്ചാൽ മോര് പറഞ്ഞിട്ടുണ്ട്. മോരൊക്കെ കിട്ടും കേട്ടോ, മോര് കിട്ടും. പിന്നെ ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഫുഡിൻ്റെ മീറ്റിംഗ് വെച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചിക്കൻ 65 ബിരിയാണിയൊക്കെ തരാമെന്ന് പറഞ്ഞു. എപ്പോൾ തരുമെന്ന് പറഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഫുഡിനൊക്കെ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ അതർ സ്റ്റേറ്റിലുള്ള പിള്ളേർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡിന് നിങ്ങൾക്ക് ഏതൊക്കെ ഫുഡ് വേണമെന്ന് ചോദിക്കാറുണ്ട്, മീറ്റിംഗ് വെക്കാറുണ്ട്. പിന്നെ എന്താണ് മെയിനായിട്ട്, പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കൂടുതൽ അത്ര വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല. ഇഡ്ഡലി, ദോശ, പൂരി, പിന്നെ പൊങ്കൽ, ഈ 4 ഐറ്റമാണ് കിട്ടുന്നത് രാവിലെ. ഇതിൽ കൂടുതൽ വേറെ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടില്ല അവർ ഇതുവരെ. കാരണം ഇത്ര പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരിത്ര ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അവർക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ ഐ മീൻ വെറൈറ്റി ഇടിയപ്പമൊക്കെ രാവിലെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ല എന്ന് അവർ പറഞ്ഞു. നമ്മൾ പറഞ്ഞായിരുന്നു, പക്ഷെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇഡ്ഡലി, ദോശ, പൂരി ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ കണ്ട. പിന്നെ പൊങ്കലും ഇഡ്ഡലി, ദോശ. സംഭവം ഇറ്റ്സ് ഓക്കെ. ഉച്ചക്കത്തെ ഫുഡ് കുഴപ്പമില്ല, ചോറ് നമ്മളെ കേരള റൈസൊക്കെ ഉണ്ട്. പിന്നെ രാത്രി പൊറോട്ട ചിക്കൻ കറിയുണ്ട്, പൊറോട്ട മുട്ടക്കറിയുണ്ട്. പിന്നെ ഇഡ്ഡലി ഇപ്പോൾ രാവിലെ ഇഡ്ഡലി ആണെങ്കിൽ രാത്രി ദോശയായിരിക്കും.
അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ നമ്മൾ ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. ഇവരങ്ങനെ ഒപ്പീനിയൻ ചോദിക്കാറേന്നും ഇരിക്കാറില്ല. മെസ്സിലെ ഫുഡ് നല്ല കേട്ടോ, കാര്യയുടെ നല്ല. അതങ്ങനെ നോക്കണ്ട, ഫുഡൊക്കെ നല്ല. ഇൻഫ്രാസ്ട്രക്ചറിനെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്കുണ്ടല്ലോ ഇവിടെ എനിക്കിതായിട്ടിങ്ങനെ ഒരു ഫുള്ള് കബഡ് വന്നിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ വിത്ത് വണ്ടിയിലെ 2 ടേബിൾ സെക്ഷൻസ്, താഴെ 3 ഡ്രോയർ, ഇങ്ങനെ ഫുള്ള് ഒരു സ്റ്റഡി ടേബിൾ എത്തുന്ന ഒരു ഹൈറ്റ്, ഒരു അൽമാര അത്ര ഹൈറ്റുള്ള ഫുള്ള് സെക്ഷൻ എനിക്ക് വേണ്ടി സെപ്പറേറ്റ്ലി ഇവിടെ ഹോസ്റ്റലിലുണ്ട്. അതാണ് വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ്നെസ് ഹോസ്റ്റൽ ഫുഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫുഡിലൊന്നും ടെൻഷൻ അടിക്കണ്ട, ഫുഡൊക്കെ നല്ലതാണ്. ഫുഡൊക്കെ വരാൻ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ചപ്പാത്തി ഉണ്ട്, രാത്രി ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, മറ്റേ നൂഡിൽസ് ഉണ്ട്, പിന്നെന്താ രാത്രി, പിന്നെ ദോശയും ഇഡ്ഡലിയും. പിന്നെ ഉച്ചക്കത്തെ പറയുവാണെങ്കിൽ സ്നാക്സ് ഉണ്ട്. വൈകിട്ട് ചായ ഉണ്ട്. ചായയുടെ സ്നാക്സ് ആയിട്ട് എന്തൊക്കെ ഇപ്പം കറൻ്റ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസ് എനിക്ക് ഓർമ്മയില്ല. കോൺ ഉണ്ട്, കോൺ മറ്റേ പോപ്കോൺ പൊട്ടുന്ന കോണില്ലേ, അതുണ്ട്. അത് കിട്ടും. ഇങ്ങനെ പോപ്കോൺ കിട്ടുമെന്നല്ല, അത് കിട്ടും. പിന്നെ വട കിട്ടും. പിന്നെ ഈ ഫുഡിലെ മെസ്സേജ് ഞാൻ പ്രോപ്പർലി ഫുള്ളായിട്ട് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 6 മാസം, അതായത് ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് ഇവർ ഫുഡ് മാറ്റും, മെനു മാറ്റും. നമ്മളത് ചോദിച്ചിട്ട് നമ്മുടെ മെനു മാറ്റും. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നല്ല ഫുഡ് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർക്ക് പറയും, ഇവർ അതനുസരിച്ച് നിൽക്കാറുണ്ട്. പിന്നെ ഹോസ്റ്റലിലായിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, അത് ഇപ്പോൾ അവർ മാറ്റി. അപ്പം മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആയി. നമുക്ക് ഫുള്ള് പ്രഷറൈസ് ആയിരുന്നു, നമ്മൾ ഫുള്ള് ഇങ്ങനെ ഫ്രീ, നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സെൻസിൽ അവരെടുക്കുന്നുണ്ട്. അതല്ലാതെ പക്ഷെ നമുക്ക് ഓൾറെഡി ഭയങ്കര പ്രഷറൈസ് ആയെന്ന് വെച്ചാൽ ഈ ടൈം കുറച്ചത് അല്ലാണ്ട് ഇതായിരുന്നു. കാരണം നമ്മൾ കോളേജിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നേരം കിട്ടും പുറത്ത് പോകാൻ. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് പ്രഷറൈസ് ആയിരുന്നു. പക്ഷെ അത് മാറ്റി, ആ സംഭവം എടുത്ത് മാറ്റിയതോടെ തന്നെ നമുക്കിവിടെ ഫ്രീ ആയി. പിന്നെ ഞാൻ കഴിഞ്ഞ ഇട്ട വീഡിയോ ഫാക്കൽറ്റീസ് എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഫേമസ് ആയി, പക്ഷെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വന്നുപോയി. അല്ല, വ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. ദിസ് ഇസ് മൈ 3rd വീഡിയോ. പക്ഷെ ഇതിൻ്റെ ചാനലിൽ 2nd വീഡിയോ ആയിട്ട് കിടക്കും. കുഴപ്പമില്ല, പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അടുത്ത വീഡിയോ ഞാൻ കോളേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ട്രിപ്പൊക്കെ വരാൻ പോകുന്നുണ്ട്. സിലബസിനെ കുറിച്ച് പറയാം, ഏതൊക്കെ സ്റ്റഡി ടൂർസ് നമുക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്, ഏതൊക്കെ ഇല്ല. പിന്നെ ഹോസ്റ്റൽ മെസ്സിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം പറയാം. ഇതിപ്പോൾ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റിമൂവ് ആയതുകൊണ്ട് നമ്മളുടെ ഈ ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ തന്നെയാണ് സകല കാര്യങ്ങളും. സ്റ്റോർ ഈ കോമ്പൗണ്ട് തന്നെ, ഫാക്കൽറ്റി ബിൽഡിങ്സ് ഈ കോമ്പൗണ്ട് തന്നെ, ബോയ്സിൻ്റെ ഹോസ്റ്റൽ, ഗേൾസിൻ്റെ ഹോസ്റ്റൽ, ക്ലിനിക്ക്. നമുക്കിവിടെ ക്ലിനിക്ക് അവർ അവൈലബിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി 8 മണി രാത്രി 8 മണി വരെ സമയമുണ്ട്. 8 മണി വരെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ കാണും, അത് കഴിഞ്ഞാൽ നേഴ്സ് കാണും. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ പോയി ഇവിടുന്ന് അടുത്ത് തന്നെ കോമ്പൗണ്ട് ഫുള്ളൊരു വീഡിയോ എടുത്ത് ഇടാം കേട്ടോ. ഇതെല്ലാം ഇതിനുള്ള ഡീൻ സാറിൻ്റെ വീട് ഇവിടെയാണ്, ഫാക്കൽറ്റീസിൻ്റെ വീട് ഇവിടെയാണ്, ഫാക്കൽറ്റീസിൻ്റെ ഫാമിലി ഇവിടെയാണ്. പിന്നെ പിള്ളേരും ഗേൾസും ബോയ്സും ഒക്കെ ഒറ്റ കോമ്പൗണ്ട്. ബാസ്കറ്റ്ബോൾ കോർട്ട്, പിന്നെ വോളിബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, ജിമ്മ്, പിന്നെന്താ ഉള്ളത്, ജിമ്മ്, ബാഡ്മിൻ്റൺ, മറ്റേ ടേബിൾ ടെന്നീസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ടേബിൾ ടെന്നീസും ബാഡ്മിൻ്റനും പിള്ളേർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവരങ്ങനെ കളിക്കുന്നില്ല. ബാസ്കറ്റ് ബോൾ ഇവിടെ നടക്കുന്നുണ്ട്, വോളിബോൾ മാച്ച് നടക്കുന്നുണ്ട്, ത്രോ ബോൾ മാച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ത്രോ ബോൾ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ബാച്ചിൽ നിന്ന് തന്നെ 2-3 പേരെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ. പിന്നെ NCC ഉണ്ട്, NSS ഉണ്ട്. NCCക്കാർക്ക് ഇപ്പോൾ റീസെൻ്റ് ഒരു ക്യാമ്പ് വരാൻ പോകുന്നുണ്ട്. ഞാൻ NSS ആട്ടോ, NCC ഒന്നുമില്ല. ഫിറ്റ് ആൻഡ് ടഫ് അല്ല. എൻ്റെ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ. ഈ വീഡിയോക്കകത്ത് ഈ കണ്ടന്റിൽ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡ് മെസ്സ് നല്ലതാണ്, ഹോസ്റ്റൽ നല്ലതാണ്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുവരെ മാറ്റി തന്നുകൊണ്ട് അതും ഇപ്പോൾ ഓക്കെ ആയി, ഫ്രീ ആയി. അപ്പം പിന്നെ
ക്ലൈമറ്റാണ്, തമിഴ്നാടാണ്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. ഇങ്ങനെ അവിഞ്ഞു പോകും നമ്മൾ, അവിഞ്ഞിങ്ങനെ ടാൻ അടിച്ച് അവിഞ്ഞു പോകും. അതിപ്പോൾ ഇങ്ങനെ ഇനി ഏത് തമിഴ്നാട്ടിലെ കോളേജ് പോയി ഇതൊക്കെ തന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ തൊപ്പി, കൊട, സൺസ്ക്രീന്, ആംലെറ്റ്സ്, പിന്നെ എന്തൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ എടുത്തോ. മൈഗ്രെയിനുള്ള ആൾക്കാർ ടാബ്ലറ്റ്സ് എടുത്തു, കാരണം വളരെ ആവശ്യം വരും. കൊട്ട കഴിഞ്ഞാൽ കൊട്ട വെയില, പേടിക്കണ്ട. ബാക്കി ഇവിടെ തന്നെ എല്ലാ കോളേജും തന്നെ. സോ ഡോണ്ട് വറി, ഇറ്റ്സ് ഓൾ ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോസൊക്കെ ഇടാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, ബൈ ബൈ.